എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ വെച്ചിട്ടുള്ള റോസ്റ്റാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒട്ടും മടി കൂടാതെ തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തൊലി മാറ്റിക്കളയാനായിട്ട് തലയൊന്ന് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ആ ചെതലൊന്ന് ഊരിയെടുത്താൽ മാത്രം മതി. അതിലുള്ള നൂലും കൂടി ഒന്ന് വലിച്ചിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ചെമ്മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഇനി വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമ്മൾ റോസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ നന്നായി എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കണം. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കുഴക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഇതിൽ തന്നെ നമ്മൾ വെള്ളം വാർക്കുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. ഇനി ഇതെല്ലാം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്ലെന്നുണ്ടെങ്കിലും എങ്ങനെയായാലും ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതുപോലൊരു ചട്ടി ചൂടാക്കിയാൽ വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യത്തിനുള്ള അതിൻ്റെ മുകളിൽ എത്തും വിധത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായി തിളച്ചിട്ട് വരട്ടെ. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കുക. ഇനി ആദ്യം ഫ്ലെയിം കൂട്ടിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 വേവാകുമ്പോൾ നമ്മളിതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തുടം വെളുത്തുള്ളിയും, അതുപോലെ 4-5 പച്ചമുളകും, കുറച്ച് ചെറിയൊരു ഇഞ്ചി കഷ്ണവും, അതുപോലെ തന്നെ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഒരു 6-7 കെട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചതച്ചിട്ട് വരിക. അപ്പോൾ നമ്മൾ മിക്സിയിൽ ചതച്ചിട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മളിതെല്ലാം ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ ചതച്ചിട്ടെടുക്കുക. ഇനി നാം ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഓയിലോ 2 ടീസ്പൂൺ ഓയിലോ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് കൊടുക്കുക. അതാണ് ഇവിടെ ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചതച്ചിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ നൈസായി സവാള അരിഞ്ഞിട്ട് എടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ അതും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴന്നിട്ട് വരട്ടെ. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നന്നായി വഴന്നെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി അല്ല, 1/2 ടീസ്പൂൺ മുളക് പൊടി. നേരത്തെ എരിവ് ചേർത്തത് കൊണ്ട് നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ 3/4 വേവായിട്ടുള്ള ഈ ഒരു ചെമ്മീൻ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായി പഴുത്തിട്ടുള്ള 2 തക്കാളിയും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ഇതിനൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്തിട്ട് നോക്കുക. ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഓഫാക്കി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ലൈക്ക് തീർച്ചയായും അടിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ കേട്ടോ. ഇനി ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും ഊണിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആദ്യം വേവിച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.